വൈറ്റമിൻ B12 ശരീരത്തിൽ കുറഞ്ഞാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ? എന്തുകൊണ്ടാണ് വൈറ്റമിൻ B12 ശരീരത്തിൽ കുറഞ്ഞു തുടങ്ങുന്നത്? ആയുർവേദത്തിലെ ചികിത്സാ രീതി എന്തല്ല? വൈറ്റമിൻ B12 ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്ന ലക്ഷണം ക്ഷീണം, അതേപോലെ തളർച്ച എന്നിവയാണ്. വൈറ്റമിൻ B12 കുറയുന്നതിലൂടെ HBയുടെ അളവ് കുറയുകയും മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലോട്ട് പോകാനും കാരണമാകുന്നു. അതോടൊപ്പം തന്നെ ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ മെമ്മറി ലോസ്, പ്രീമച്വർ ഡ്രെയിനിങ് ഓഫ് ഹെയർ, മുടിയിൽ നേരത്തെ നര വരിക, അതോടൊപ്പം തന്നെ സ്കിന്നിലുണ്ടാകുന്ന ലൂസ്നെസ്, സാഗി, വ്രിങ്കിൾസ് ഉണ്ടാവുക, അതോടൊപ്പം ടിംഗ്ലിംഗ് സെൻസേഷൻ, അതേപോലെ ബേണിംഗ് സെൻസേഷൻ, കാലിലും കയ്യിലും ഉണ്ടാകുന്ന തരിപ്പ്, പുകച്ചിൽ. അതോടൊപ്പം തന്നെ വരുന്നതാണ് ഉറക്കത്തിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസ്. രാത്രി കറക്റ്റായിട്ട് കിടക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ ഒരു ഇൻസോംനിയ കണ്ടീഷനിലോട്ട് പോവുക, മൂഡിനെസ്, ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നീ കണ്ടീഷൻസ്. കാരണം ഉണ്ടാകുന്നത് ഡോപ്പമിൻ ആൻഡ് സെറോട്ടോണിൻ ഹോർമോൺസ് ശരീരത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ B12 കുറയുമ്പോൾ നമ്മുടെ ഈ ഹോർമോൺസും ഡിസ്റപ്ഷനിലോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ മുടിയിലുണ്ടാകുന്ന ഹെയർ ലോസ്, ഹെയർ തിന്നനിങ് എന്നീ കണ്ടീഷൻസും വൈറ്റമിൻ B12 ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. എന്തുകൊണ്ടാണ് വൈറ്റമിൻ B12 ശരീരത്തിൽ കുറഞ്ഞു തുടങ്ങുന്നത്? ആദ്യം തന്നെ പറയേണ്ടത് പെർനീഷ്യസ് അനീമിയ എന്ന കണ്ടീഷൻ, അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ്, ലോങ് ടേം ആയിട്ട് അൻറ്റാസിഡ് യൂസ് ചെയ്യുന്നവരിൽ, അതേപോലെ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷനിലും വൈറ്റമിൻ B12 കുറയുന്നതായിട്ട് കാണാം. മെയിനായിട്ട് സ്റ്റൊമക് ആസിഡ്, അതായത് നമ്മുടെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന സ്റ്റൊമക് ആസിഡ് കുറയുകയും അതിലൂടെ അബ്സോർപ്ഷൻ ഹിൻഡർ ആവുകയും ചെയ്യുന്നതാണ് വൈറ്റമിൻ B12 കുറയാനുണ്ടാകുന്ന മെയിനായിട്ടുള്ള ഒരു കാരണം. ഹൈപ്പർ തൈറോയിഡിസം, അതേപോലെ ഡയബറ്റീസിന് മെഡിക്കേഷൻ എടുക്കുന്നവർ, മെറ്റ്ഫോമിൻ എടുക്കുന്നവർക്കും B12 കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിലും വൈറ്റമിൻ B12 കുറയാം. ആയുർവേദ ചികിത്സാ രീതികൾ എന്തല്ല? ആയുർവേദം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അഗ്നിയാണ്. അഗ്നി ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്നത് വീക്ക് ഡൈജസ്റ്റീവ് ഫയർ ആണ് വീക്ക് സ്റ്റൊമക് ആസിഡിനും കാരണമാകുന്നത്. ഈ വീക്ക് സ്റ്റൊമക് ആസിഡാണ് മെയിനായിട്ട് വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ഹിൻഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അഗ്നി കൂട്ടാനുള്ള ഔഷധം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള പുനർനവാതി മണ്ടൂരം, ലോഹാസം, ദ്രാക്ഷാരിഷ്ടം എന്നിവ കൊടുക്കാറുണ്ട്. രസായന തെറാപ്പീസും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചവനപ്രാശം, അതേതാണ് നമ്മൾ കണ്ടീഷനും രോഗിയുടെ അവസ്ഥയും നോക്കിയിട്ടായിരിക്കും നൽകുക. താങ്ക് യു.